ആദ്യം തന്നെ പോകുന്നത് പാലക്കാടേക്കാണ്. അവിടെ ചിറ്റൂർ പുഴയിലെ ഷൺമുഖം കോസ്വേയുടെ വശത്തുള്ള ഓവിൽ കുടുങ്ങിയ വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വാർത്തയിലേക്ക്. കോയമ്പത്തൂർ സ്വദേശി ശ്രീ ഗൗതമാണ് മരിച്ചത്. ഓവിനുള്ളിൽ കുടുങ്ങിയ ആകാശിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ ഒഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. സ്കൂബ ഡൈവേഴ്സ് പുഴയിലിറങ്ങി പരിശോധിക്കുകയാണ്. ഫയർഫോഴ്സിനൊപ്പം നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. അജിത് ബാബു കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അജിത്തിലേക്ക് വരുന്നതിന് മുമ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് വന്നവരാണ് കുട്ടികൾ. ഇവിടെ വന്ന് കുളിക്കാനിറങ്ങിയതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ 4-5 പേരുണ്ട്. അവർ 2 പേരിലാണ് അബദ്ധം ഉണ്ടായിരിക്കുന്നത്. ഒരാൾ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഒരാളിനെ കാണാനില്ല. അയാൾക്ക് വളരെ സീരിയസ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് വന്നത്. പൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. நாங்கள் ஒரு 10 பேர் வந்தோம். 10 பேர் வந்ததில் மைக் இங்கே 10 பேர் வந்தோண்ணா. 10 பேர் வந்ததில் ஒருத்தன் இங்கே குளிச்சுக்கிட்டு இருந்தான். இன்னொருத்தன் அவரை காப்பாற்றுறதுக்கு வந்தான். அவரும் சேர்த்து உள்ளே போன பார்த்தாரு. அப்புறம் அவரை காப்பாற்றி ஹாஸ்பிட்டல் கூட்டி போயிருக்காங்க. இன்னொருத்தன் உள்ளே போனால் வரவே இல்லை. உள்ளே போன அருண்குமார், கற்பகம் இன்ஜினியரிங் காலேஜ். അജിത് ബാബു ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അജിത്ത്, മണിക്കൂറുകൾ പിന്നിടുകയാണ് രക്ഷാപ്രവർത്തനത്തിന്. രണ്ടാമത്തെ വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ. ആദ്യത്തെ ശ്രീഗൗതം മരിച്ചു എന്നുള്ള വാർത്ത 4 മണിയോടുകൂടി എത്തുന്നു. ശേഷം അടുത്ത ഘട്ടം തിരച്ചിൽ നടക്കുകയാണ്. ഇപ്പോഴത്തെ സ്കൂബ ഡൈവേഴ്സിന്റെ തിരച്ചിൽ ഏത് ഘട്ടത്തിലാണ്? എന്തെങ്കിലും പ്രതീക്ഷകൾ വരുന്നുണ്ടോ? സംഗീത, ഈ തടയണയുണ്ട്. അതായത് ഈ ഒഴുക്കിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് 150 മീറ്റർ മാറി തടയണയുണ്ട്. ഇപ്പോൾ അവിടെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഏതാണെങ്കിലും ഈ ഓവിൽ ഇറങ്ങി സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. അതോടുകൂടിയാണ് ഈ തടയണയിൽ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ത്രീ ഗൗതത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അരുണിനായിട്ടുള്ള തെരച്ചിൽ നടത്തിയത്. വ്യാപകമായ തെരച്ചിലാണ് നടത്തിയത്. ആദ്യം എവിടെ തെരച്ചിൽ നടത്തണമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് എവിടെയാണ് വിദ്യാർത്ഥി കാണാതായതെന്ന് കണ്ടെത്തിയത്. പിന്നീട് ആ ഓവിൽ ഉൾപ്പെടെ ഇറങ്ങി പരിശോധിച്ചു. എന്നാലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ ഈ ഓവൻ ഉള്ളിൽ ഈ കമ്പികളും ഇത്തരത്തിൽ തടി കഷ്ണങ്ങളും ഒക്കെ വന്ന് ഉടക്കിയിരിക്കാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ടാണ് പിന്നീട് ഈ പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി പരിശോധന നടത്തുന്നത്. അതിന് സ്കൂബ ഡൈവിംഗിന്റെ കൂടുതൽ സംഘങ്ങളും തെരച്ചിൽ സംഘങ്ങളും എല്ലാം എത്തി പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഈ 150 മീറ്റർ അപ്പുറത്തുള്ള തടയണയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ്. പക്ഷെ ഇതുവരെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പരിശോധന ഇപ്പോഴും ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്താണെങ്കിലും ദാരുണമായ സംഭവമാണ്. മറ്റ് വിദ്യാർത്ഥികൾ ഒക്കെ മാനസികമായ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. മാത്രമല്ല ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനനുസരിച്ച് കൂടുതൽ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും. ഏതാണെങ്കിലും ഈ വിദ്യാർത്ഥികളാകെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. കാരണം ഈ അവധി കാലത്ത് ഈ നാട്ടിലേക്ക് എത്തിയതാണ്, ഇവർ കേരളത്തിലേക്ക് എത്തിയതാണ് ഒന്ന് കുളിക്കാനായി, പക്ഷേ സ്ഥലം കാണുവാനൊക്കെയായി. പക്ഷെ അത് വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചത്. ഈ വിദ്യാർത്ഥികൾ എത്തുകയും ഈ നീന്തുന്ന സമയത്ത് ഈ ഓവിന്റെ മുകളിൽ വെള്ളം അകത്തേക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും ഈ വിദ്യാർത്ഥികളെ അകത്തേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവർക്കത് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏതാണെങ്കിലും ഈ അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ആൾക്കായിട്ടുള്ള അരുണിനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അരുണിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് തുടരുന്നത്. എല്ലാ നിലക്കുമുള്ള പരിശോധന നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് സംഘം എത്തി. 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ഫയർഫോഴ്സ് സംഘങ്ങളും സ്കൂബ ഡൈവിംഗ് സംഘവും എല്ലാം എത്തി പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അജിത്ത്, ഈ ഘട്ടത്തിലുള്ള പരിശോധനയുടെ ഒരു രീതി എങ്ങനെയാണ്? സ്കൂബ ഡൈവേഴ്സ് ഏതൊക്കെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടത്തുന്നത്? അവർക്ക് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും സംഗീത, അതായത് ആദ്യഘട്ടത്തിൽ ഒരു സ്ഥലം ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് എവിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുകയും ഈ ഓവിൽ ഉൾപ്പെടെ ഇറങ്ങി സ്കൂബ ഡൈവിംഗിന്റെ സംഘം പരിശോധിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷവും അരുണിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി മുങ്ങൽ വിദഗ്ധ സംഘവും സ്കൂബ ഡൈവിംഗ് സംഘവും എല്ലാം പരിശോധന നടത്തിയത്. അതിനുശേഷം ഈ തടയണയുണ്ട്. താഴത്തെ ഒരു ഭാഗത്താണ് ഈ തടയണ. 150 മീറ്ററാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്ന് അവിടേക്ക് ഉള്ളത്. അവിടെ ഉൾപ്പെടെ പരിശോധന നടത്തുന്ന തെരച്ചിൽ നടത്തുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അവിടെയെല്ലാം മുങ്ങിത്തപ്പുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ
അതിന്റെ വെള്ളമൊഴുക്ക് നീരൊഴുക്ക് ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ ഒരു അനുകൂലമാകുന്ന സാഹചര്യമാകുമെന്നാണ് ഈ പരിശോധിക്കുന്നവർ ഉൾപ്പെടെ പറയുന്നത്. ഏതാണെങ്കിലും ഈ ആളെ കണ്ടെത്താൻ, അരുണിനെ കണ്ടെത്താനുള്ള പരിശോധന ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ഏതെങ്കിലും നിലയിൽ അരുണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധി. മാത്രമല്ല, എങ്ങോട്ടേക്കാണ് ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള യാതൊരുവിധ ക്രമീകരണവും ഇല്ല. കാരണം ആ പരന്നൊഴുകുന്ന സാഹചര്യമാണുള്ളത്. ഈ തടയണയുടെ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഈ പ്രദേശത്ത് ഉൾപ്പെടെ പരിശോധിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. അവിടെ എല്ലാം പരിശോധിക്കുന്നുണ്ട്. വിവിധ 5 ഇടങ്ങളിലായിട്ടാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. മാത്രമല്ല, ഈ ഒഴുക്കുൾപ്പെടെ നേരത്തെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഒഴുക്കിന് അല്പം കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ തരത്തിലുള്ള കുറവുണ്ടായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രതീക്ഷിച്ച അനുസൃതമായ ഒരു കുറവുണ്ടായിട്ടില്ല. ഏതാണെങ്കിലും അതിന് കുറച്ചുകൂടി സമയമെടുക്കും എന്നുള്ളതാണ്. ഈ നീരൊഴുക്ക് കുറയാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏതാണെങ്കിലും ഈ സ്ഥലത്തുൾപ്പെടെ പരിശോധന നടത്തി അരുണിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് തുടരുന്നത്. ദാരുണമായ സംഭവത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അരുണിനെ തിരിച്ചു കിട്ടാനായുള്ള കഠിനമായ പ്രയത്നത്തിലാണ് ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും നാട്ടുകാരുമെല്ലാം. ജനപ്രതിനിധികളെല്ലാം ഇപ്പോഴും സ്ഥലത്തുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ആ പരിശോധനയുടെ ഏറ്റവും അവസാനത്തെ സാധ്യത വരെ ശ്രദ്ധിക്കാനുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ആ സാധ്യത തന്നെയാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ ശ്രമം ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും വലിയ ശ്രമമാണ് ഉണ്ടായത്. ആ ശ്രമത്തിനൊടുവിൽ പോലും അരുണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഹോളിൽ ഉൾപ്പെടെ, ഈ ഓവിൽ ഉൾപ്പെടെ ഇറങ്ങി പരിശോധിക്കുന്ന വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണത്, നമുക്കറിയാം. അതുൾപ്പെടെ ചെയ്തിട്ടും അരുണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഈ വിവിധ ഭാഗങ്ങളിലായി പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം. ശരി അജിത്ത്, എന്താണെങ്കിലും അവിടെ നിന്നൊരു ശുഭകരമായ വാർത്ത വരട്ടെ. ആ വാർത്ത വരുന്ന മുറയ്ക്ക്, കൂടുതൽ അപ്ഡേഷൻസ് വരുന്ന മുറയ്ക്ക് അജിത്തിലേക്ക് മടങ്ങിയെത്താം. അജിത് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പാലക്കാട് നിന്ന് പങ്കുവച്ചത്.